ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ടോക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ആണ്, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്: ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഫസ്റ്റ്, ഷെഡ്യൂൾഡ് ബാങ്ക്. എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്? ബാങ്ക് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1930 ആർ കോൾഡ് ആസ് ഷെഡ്യൂൾഡ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ആക്ട് 1934 ആക്റ്റിലെ സെക്കൻഡ് ഷെഡ്യൂൾഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾഡ്, ഓർത്തോക്കണം, സെക്കൻഡ് ഷെഡ്യൂൾഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. Criteria for a bank to be considered as scheduled bank is mentioned in the section 42 subsection 6A of Reserve Bank of India Act 1934. ഇതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആവുള്ളൂ. അതേതാ പറയുന്നത്? സെക്ഷൻ ഏതാ പറയുന്നത്? സെക്ഷൻ 42 സബ്സെക്ഷൻ 6A. അതിൽ ആദ്യത്തേതാണ് paid up capital and reserve of an aggregate value of not less than the 5 lakhs or rupees. അതായത് 5 ലക്ഷത്തിൽ കുറവ് ആകാൻ പാടില്ല. അതായത് മിനിമം എന്ത് ചെയ്യണം? പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവ് ഫണ്ടും മിനിമം 5 ലക്ഷമെങ്കിലും വേണം. സാറ്റിസ്ഫൈ ആൻഡ് ബാങ്ക് ദാറ്റ് ഇറ്റ്സ് അഫയേഴ്സ് ആർ നോട്ട് ബീങ് കണ്ടക്റ്റഡ് ഇൻ ദ മാനേഴ്സ് ഡിറ്റർമൈൻഡ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് അറ്റ്ലീസ്റ്റ് 5 lakh വയ്ക്കണം. എന്നാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 5 ലക്ഷം വേണം. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി വിത്ത് RBI വിച്ച് ഈസ് അറ്റ് 3%. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി RBIയിൽ എത്ര വേണം? 3% വേണം. ഷെഡ്യൂൾഡ് ബാങ്ക് മസ്റ്റ് കംപ്ലീറ്റ് വിത്ത് ദ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് സെറ്റ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റ് ചെയ്ത റെഗുലേറ്ററി എല്ലാം എന്ത് ചെയ്യണം? ബാങ്ക് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണം. ബാങ്ക് ഷുഡ് സാറ്റിസ്ഫൈ ദ ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ബാങ്ക് മസ്റ്റ് പെർഫോം ദെയർ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ. ബാങ്കിങ് ബിസിനസ് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനീഷ്യൽ മിനിമം പെയ്ഡ് ആപ്ലിക്കബിൾ ഫോർ എ ബാങ്ക് ഷാൽ ബി ₹500 crore ഫോർ ഗെറ്റിംഗ് ബാങ്ക് ലൈസൻസ്. ഇന്ന് ബാങ്ക് ലൈസൻസ് കിട്ടാൻ എത്ര വേണം? 500 കോടിയെങ്കിലും വേണം. മിനിമം പെയ്ഡ് എന്ന് പറയുന്നത് 500 കോടിയെങ്കിലും വേണം. അതായിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, രണ്ടാമത്തെ സ്മോൾ ഫിനാൻസ്, മൂന്നാമത്തെ പേയ്മെൻറ്റ് ബാങ്ക്സ്, നാലാമത്തത് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതുപോലെ തന്നെ ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സും ഉണ്ട്. ഓക്കെ, ആ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്നും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും അതർ നാഷണലൈസ്ഡ് ബാങ്ക്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബാങ്ക്സിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സഹായങ്ങളൊക്കെ, ചെറിയ ലോൺസൊക്കെ കൊടുക്കാനുള്ളതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അതുപോലെ തന്നെയാണ് പേയ്മെൻറ്റ് ബാങ്ക്സും വരുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മുടെ കോപ്പറേറ്റീവ്, അതായത് മണി അല്ല, കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആണ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾഡ് ഉൾപ്പെടാത്ത ബാങ്കുകളെയാണ് നമ്മളിത് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓൾ ബാങ്ക്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾഡ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആർ കോൾഡ് ആസ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾഡ് ഉൾപ്പെടാത്ത ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദീസ് ബാങ്ക്സ് ആർ നോട്ട് എലിജിബിൾ ടു ബോറോ ഫ്രം RBI ഫോർ നോർമൽ ബാങ്കിങ് പർപ്പസ് എക്സെപ്റ്റ് എമർജൻസീസ്. ഇതിനെന്ത് ചെയ്യാം? നോർമൽ ബാങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യാം? കടം കിട്ടില്ല, പക്ഷേ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. അടുത്തതാണ് മൂന്നാമത്തേതാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്തിനാണ്? ഡെവലപ്മെൻറ്റ് ഏരിയാസിന്, ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആർ സ്പെഷ്യലൈസ്ഡ്
ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ലെൻഡിങ് ഫെസിലിറ്റീസ്. ഇവിടെ എന്തായിരിക്കും മീഡിയം ആൻഡ് ലോങ് ടേം, അതായത് കുറേ കാലത്തേക്കുള്ള ലോൺസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു 5-8 വർഷത്തേക്കുള്ള അതിലെ എബോവ് ഉള്ള ലോൺസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. Their primary object is to serve the public interest rather than their earn profit. അതിൽ ഇവർ മോട്ടീവ് എന്നാ പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിലുപരി പബ്ലിക്കിന് ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുക, പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് പറയുന്നത്. They are also known as the term lending institution or development financial institution. ഇവരെന്ത് പറയുന്നുണ്ട്? ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദ മേജർ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഏതൊക്കെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നാണ് പറയുന്നത്? അതിൽ IFCI ഉണ്ട്, ICICI ഉണ്ട്, IDBI ഉണ്ട്, SIDBI ഉണ്ട്, നബാർഡ് ഉണ്ട് ഒക്കെയാണ്. നമുക്കൊന്നും കൂടി നോക്കാം. ഫസ്റ്റ് വൺ ആണ് IFCI, ദ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് ഫുൾ ഫോം പഠിച്ചു വെക്കണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948. എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇത് 1948. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ആണ് ICICI, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ദിസ് ഈസ് എ ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എസ്റ്റാബ്ലിഷ് ഇൻ ഇന്ത്യ 1955. ഇതാണ് ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. 1955 എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഫുൾ ഫോം എന്താ? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നെക്സ്റ്റ് ആണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1964 കേട്ടോ. നെക്സ്റ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ 1982. അതും നബാർഡും ഒരേ വർഷമാണ്. ഓർത്ത് വെക്കണേ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കും നബാർഡും ഒരേ വർഷമാണ്. 1982. അടുത്തതാണ് SIDBI, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1990. അടുത്ത് നമുക്കറിയാം നബാർഡിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് നബാർഡ്. ഏതാണ് വർഷം? 1982. ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ഇന്ത്യ ഇൻക്ലൂഡഡ് നാഷണലൈസ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, പേയ്മെൻറ്റ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ്. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ട് പഠിക്കാം. അതിതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ബാങ്ക്സിലെ ഫസ്റ്റത്തതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താ പറയുന്നത്? എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് പർപ്പസ് ഈസ് ടു അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം പീപ്പിൾ ആൻഡ് പ്രൊവൈഡ് ലോൺ ആൻഡ് അതർ ഫെസിലിറ്റീസ്. സാധാ ഒരു ബാങ്കിൻ്റെ തന്നെ പീപ്പിളിൻ്റെ നിന്ന് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും, ലോൺസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് ഏൺ മണി ബൈ ഗിവിംഗ് ഔട്ട് ലോൺസ് ആൻഡ് ഫോർ ദ പർപ്പസ് ദേ യൂസ് ഫണ്ട്സ് ഫ്രം കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ്സ്. അവരെന്ത് ചെയ്യാണ്? ലോൺ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ദേ ചാർജ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ് ദേ ഗീവ് ഔട്ട് ആൻഡ് കമ്പാരിറ്റീവ്ലി ലെസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ എമൗണ്ട് ദേ ഗെറ്റ് ആസ് ഡെപ്പോസിറ്റ് ഫ്രം ദെയർ കസ്റ്റമേഴ്സ്. സാധാ ഒരു ബാങ്ക് നമുക്ക് എടുത്താൽ അറിയാം, നമ്മളൊരു ലോൺ എടുക്കാൻ പോയിക്കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും. പക്ഷേ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിക്കഴിഞ്ഞാൽ ഒരു ലോൺ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിനെക്കാട്ടും കുറച്ചും കൂടി കുറവായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ബാങ്ക്സ് ആൻഡ് RRBs. ഫസ്റ്റതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. എ പബ്ലിക് ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെൻറ് എൻറ്റിറ്റി. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഓൺ ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഗവൺമെൻറ് എൻറ്റിറ്റി ആയിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും. ദർ ആർ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്. എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എക്സെട്ര. നെക്സ്റ്റ് ആണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ബാങ്ക് വേർ ദ മേജർ ഷെയർസ് ആർ ഓൺഡ് ബൈ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവിടെ എന്താ ചെയ്യും? പ്രൈവറ്റ് സെക്ടറിൽ എന്താ ചെയ്യും? പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിരിക്കും കൂടുതൽ ഷെയർസും ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് അവരുടെ കയ്യിലായിരിക്കും കൂടുതൽ ഷെയർസും ഉണ്ടാകുക. എക്സാമ്പിൾ HDFC ബാങ്ക്, കൊടക് മഹീന്ദ്ര ബാങ്ക് എക്സെട്ര. നെക്സ്റ്റ് ആണ് ഫോറിൻ ബാങ്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ബാങ്ക്സ് ദാറ്റ് ആർ രജിസ്റ്റേർഡ് ആൻഡ് ഹാവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ സം ഫോറിൻ കൺട്രി ബട്ട് ഓപ്പറേറ്റ്സ് ബ്രാഞ്ച് ഇൻ അവർ കൺട്രി ആസ് വെൽ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യും? ഫോറിൻ കൺട്രീൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വേറൊരു രാജ്യത്തായിരിക്കും. ഇപ്പോൾ ലണ്ടനിലോ അമേരിക്ക അവിടെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ബ്രാഞ്ചസ് ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അതാണ് പറയുന്നത്. എക്സാമ്പിൾസ് ആർ സിറ്റി ബാങ്ക്, HSBC ബാങ്ക് ലിമിറ്റഡ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്. ആണ് റീജിയണൽ റൂറൽ ബാങ്ക് RRBs.
are government-owned scheduled commercial banks of India that operates at the regional level in different states of India. റൂറൽ ഏരിയാസിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് ഇത് എന്ത് ചെയ്യുക, ഓൺഡ് ബൈ ഗവൺമെൻറ് തന്നെയായിരിക്കും ഇത് ഓൺ ചെയ്യുന്നത്. നമ്മൾ ഗ്രാമീൺ ബാങ്കാണ് ഇതിന് എക്സാമ്പിൾ പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്? ദീസ് ബാങ്ക്സ് ആർ അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്പോൺസേർഡ് ബാങ്ക് ആൻഡ് കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ റേഷ്യോ 50:35:15 റെസ്പെക്റ്റീവ്ലി. ആ ഒരു ഇത് ഓർത്ത് വെക്കണം കേട്ടോ. അത് എല്ലാ അധിക പരീക്ഷയ്ക്കും നമ്മൾ കണ്ടുവരുന്നതാണ് അതിൻ്റെ ഒരു ഇത് 50:35:15 എന്ന ഫോർമുല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സും കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതിൻ്റെ ടൈപ്സ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾഡ് വന്നിട്ടുള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. നോൺ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെഡ്യൂൾഡ് ഉൾപ്പെടാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഓക്കെ, ബൈ.